ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എൻക്ലെക്സ് സാറിൻ്റെ വീഡിയോയിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം എൻക്ലെക്സ് സാറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഉറപ്പായിട്ടും വരുന്നതുമായ ഒരു ക്വസ്റ്റ്യൻ ആണിത്, എത്തിക്കൽ പ്രിൻസിപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ 7 എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അത് 1 by 1 ഞാൻ ആദ്യം പറയാം, എന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷനും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ആൻഡ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്? ഓട്ടോണമി, ബെനഫിഷ്യൻസ്, ഫിഡിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ജസ്റ്റിസ്, നോൺ മാലഫിഷ്യൻസ്, വെറാസിറ്റി. Okay, I'll repeat once again. Autonomy, beneficence, fidelity, accountability, justice, non-maleficence, veracity. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഓട്ടോണമി. ഓട്ടോണമി ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. പേഷ്യന്റിന് അവരുടെ ഹെൽത്ത് കെയർ ഡിസിഷൻസ് എടുക്കാനുള്ള ഫുൾ റൈറ്റ് ഉണ്ട്. ഓക്കെ, സോ ദ റൈറ്റ് ടു മേക്ക് ഹിസ് ഓർ ഹെർ ഓൺ ഡിസിഷൻസ്. ഓക്കെ, സോ പേഷ്യൻസിന് സ്വയം അവരുടെ ഹെൽത്ത് കെയർ ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റിനെയാണ് നമ്മൾ ഓട്ടോണമി എന്ന് പറയുന്നത്. ചിലപ്പോൾ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യാറുണ്ട്, അപ്പോൾ അത് റെഫ്യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. ഓക്കെ, ഇതാണ് ഓട്ടോണമി. നൗ നെക്സ്റ്റ് വൺ ആണ് ബെനഫിഷ്യൻസ്. സോ ബെനഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനഫിറ്റ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. പേഷ്യൻറ്റിന് ബെനഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു കാര്യം ചെയ്യുക. ഓക്കെ, ഡൂയിങ് റൈറ്റ് ഫോർ ദ പേഷ്യൻറ്റ്, ആക്ടിങ് വിത്ത് കമ്പാഷൻ, ഇതാണ് ബെനഫിഷ്യൻസ്. പേഷ്യന്റിന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യം, കറക്റ്റ് ആയിട്ടുള്ള കാര്യം, റോങ് ആയിട്ടുള്ള കാര്യം ചെയ്യാതെ റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്ത് കമ്പാഷനേറ്റ് കെയർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബെനഫിഷ്യൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫിഡിലിറ്റി. ഓക്കെ, ഫിഡിലിറ്റി എഫ് ആണ്, ഫെയ്ത്ത്ഫുൾ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ പേഷ്യന്റിനോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോമിസ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ ഫിഡിലിറ്റി എന്ന് പറയും. ഓക്കെ, ഓർത്ത് വെക്കാനായിട്ട് ഫെയ്ത്ത്ഫുൾ എന്നൊരു വാക്ക് ഓർത്ത് വെച്ചാൽ മതി. എഫ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കേട്ടോ. റിമൈനിങ് ലോയൽ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ ആക്ഷൻസ് ഓർ കെയർ, ഇതാണ് ഫിഡിലിറ്റി. ഓക്കെ, ഫെയ്ത്ത്ഫുൾ ആകുക, ലോയൽ ആകുക. നെക്സ്റ്റ് വൺ അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് ഉള്ളത്, ഇതാണ് അക്കൗണ്ടബിലിറ്റി. സോ റെസ്പോൺസിബിൾ ഫോർ ഓൾ ആക്ഷൻസ്, അക്കൗണ്ടബിൾ ഫോർ മിസ്റ്റേക്സ് ഓർ എറേഴ്സ്, ഇതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അടുത്തതാണ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കെയർ കൊടുക്കുക, ഒരേപോലത്തെ ഈക്വൽ ആയിട്ടുള്ള കെയർ കൊടുക്കുക, അതാണ് ജസ്റ്റിസ്. പ്രൊവൈഡിങ് ഈക്വൽ കെയർ ടു ഓൾ. അടുത്തതാണ് നോൺ മാലഫിഷ്യൻസ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഡു നോ ഹാം, ഹാം ഒന്നും ചെയ്യാതിരിക്കുക. ഇന്റൻഷണൽ ആയിട്ടുള്ളതും അൺഇൻറ്റൻഷണൽ ആയിട്ടുള്ളതുമായ ഹാം ഒഴിവാക്കുക, ഇതാണ് നോൺ മാലഫിഷ്യൻസ്. മാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് എന്നല്ലേ, അപ്പൊ അത് വെച്ചിട്ട് ഓർത്തിരിക്കുക, നോ ബാഡ് അല്ലെങ്കിൽ നോ ഹാം. ഓക്കെ, അടുത്തതാണ് വെറാസിറ്റി. ഓക്കെ, വെറാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീയിങ് ഓണസ്റ്റ് വിത്ത് ദ പേഷ്യന്റ് ഓൾ ദ ടൈം. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നഴ്സിംഗ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്? സോ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് അറിയാം എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾ ഇതിലേതാണെന്ന് നോക്കണം. ഓക്കെ, ജസ്റ്റിസ് ഈസ് ടെല്ലിംഗ് ദ ക്ലയന്റ് ദ ട്രൂത്ത് ദാറ്റ് ദ മെഡിക്കേഷൻ ക്യാൻ കോസ് എ റാഷ്. ജസ്റ്റിസ് എന്താ നമ്മൾ പഠിച്ചത്? എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കെയർ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇത് ശരിയാണോ? അല്ല. ഓക്കെ, അടുത്തത് ഓട്ടോണമി ഈസ് റിക്വയറിംഗ് ദ ക്ലയന്റ് ടു ഹാവ് ആൻ അഡ്വാൻസ് ഡയറക്റ്റീവ്. ഓട്ടോണമി എന്താ നമ്മൾ പഠിച്ചത്? അവർക്ക് അവരുടെ കെയറിന്റെ ഡിസിഷൻസ് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ, റൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് വരില്ല. ഓക്കെ, അടുത്തത് ഫിഡിലിറ്റി ഈസ് സ്റ്റേയിങ് വിത്ത് എ പേഷ്യന്റ് ഡ്യൂറിംഗ് ദെയർ ഡെത്ത് ആസ് പ്രോമിസ്ഡ്. സോ പ്രോമിസ് ചെയ്തൊരു കാര്യം, ഫെയ്ത്ത്ഫുൾ ആകുക, ഫിഡിലിറ്റി. സോ ഓപ്ഷൻ സി കറക്റ്റ് ആണ് കേട്ടോ. നൗ ബെനഫിഷ്യൻസ് ഇസ് നോട്ട് ടെല്ലിംഗ് ദ ക്ലയന്റ് ദേ ഹാവ് ക്യാൻസർ ബിക്കോസ് ദാറ്റ് വാസ് എ ഫാമിലീസ് വിഷസ്. നൗ നമുക്കറിയാം ബെനഫിഷ്യൻസ്, ബെനഫിറ്റ്. സോ പേഷ്യന്റിന് ബെനഫിറ്റ് കൊടുക്കുന്ന റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ് ബെനഫിഷ്യൻസിന്റെ മീനിങ്. അപ്പം അത് റോങ് ആണ്. സോ ഇവിടെ ആൻസർ സി ആണ് വരിക. ഓക്കെ, അപ്പോൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അതിന്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് എഴുതിയെടുത്ത് ഒന്ന് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ബൈഹാർട്ട് ചെയ്തിട്ട് എക്സാമിന് പോവുക. കാരണം ഈ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ബൈഹാർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു 7 എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ബൈഹാർട്ട് ചെയ്ത് അതിന്റെ മീനിങ് പഠിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.